ഹലോ ഫ്രണ്ട്സ്, വെൽക്കം സിജു സജി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പാലക്കാട് വരെ പോവുകയാണ്. എന്തെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു ചായ കുടിക്കുക, അവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാം, അത്രയൊക്കെ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ഇനി നേരെ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം, പോകണം, ചായ കുടിക്കണം, വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം കേട്ടോ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6:50 പുറപ്പെടുന്ന ട്രെയിനിൽ കയറാനായിട്ട് നമ്മൾ ഓടി അകത്ത് കയറിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തു. ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്നൊരു പിടിയില്ല, അപ്പോൾ അത് ചോദിക്കാണ്ട് വന്നേക്കാം. റെയിൽവേ സ്റ്റേഷനിൽ എപ്പോൾ വന്നാലും പറ്റുന്ന ഒരു കാര്യമാണ് ഏത് പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ വരുന്നത് എന്നുള്ളതാണ്. അതറിയാനായിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ആരും എപ്പോഴും കാണത്തൊന്നുമില്ല, കണ്ടാൽ തന്നെ അവർക്കൊന്നും ഒട്ടും അറിയത്തുമില്ല. നമ്മളിങ്ങനെ പ്ലാറ്റ്ഫോമിലെത്തി. ഈ ട്രെയിൻ ഏതാണെന്നൊരു പിടിയില്ല കേട്ടോ, ഏത് പ്ലാറ്റ്ഫോമിൽ വരുന്നതെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ തല പുകഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ. അങ്ങനെ അവസാനം പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മുടെ ട്രെയിൻ വന്ന്. ട്രെയിൻ കണ്ടുപിടിച്ച് അത് കുഴപ്പമില്ല, എടുക്കണേ ചാടി കയറിയത്. ജനറൽ ഫ്രണ്ടിലാണ് ഓടാൻ വയ്യ. രാവിലെ നമ്മൾ ഓടുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇന്ന് ഓടാൻ അവസരം തന്ന റെയിൽവേക്ക് പ്രത്യേകം നന്ദി. ഫൈനലി നമ്മൾ ട്രെയിനിൽ കയറി. ഞാൻ മുമ്പ് തൃശ്ശൂർ പോയപ്പോൾ കുറച്ച് റൊമാൻറ്റിക് ആക്ഷൻസ് കാണിച്ചത് ഭയങ്കര വൈറലായി. എൻ്റെ 100ഓളം ഫ്രണ്ട്സ് ഇങ്ങനെ ആവശ്യപ്പെട്ടായിരുന്നു അതൊന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 100ഓളം പേര് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എക്സ്പ്രഷൻസ്. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ, ചൂടാണ്. അങ്ങനെ പുറത്തെ നല്ല കാഴ്ചകളൊക്കെ കണ്ട്, നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട്, തണുപ്പല്ല ചൂടല്ലേ, നല്ല ചൂട് കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ തന്നെ ഇരിപ്പായി. കുറച്ചു നേരം ട്രെയിനിൽ ഇരുന്ന് പോവാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ആ ഡോറ് സൈഡിൽ നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ്. അത് മാത്രമല്ല, നമ്മൾ രാവിലെയാണ് പോകുന്നത്. അപ്പം രാവിലത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ട്രെയിനിലെ കാഴ്ചകൾ വളരെ അതിമനോഹരമായിരിക്കും. അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കോട്ടയം വരെ എത്തി. അങ്ങനെ ട്രെയിനിൽ കാഴ്ചകളൊക്കെ കണ്ട് പോയപ്പോൾ എൻ്റെ 300ഓളം ഫ്രണ്ട്സ് ആവശ്യപ്പെട്ട് കുറച്ച് എക്സ്പ്രസ് ഇടാൻ പറഞ്ഞു. അങ്ങനെ എക്സ്പ്രസ് ഇട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നല്ലതല്ലേ? അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഏകദേശം ഇങ്ങനെ പോവുകയാണ്. കോഫി നമ്മൾ മെയിനായിട്ട് ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് എറണാകുളം എത്തിയപ്പോഴത്തേനും ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് കോഫി കുടിച്ചിട്ട് പോവാം നമ്മളെ മെയിൻ ചായ കുടിക്കാനായിട്ട് പാലക്കാട്. ചൂട് കൂടി വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ ട്രെയിനിൽ നിന്ന് കിട്ടുന്ന കോഫി കുടിച്ച ഉടനെ നേരെ പോയത് ട്രെയിനിൽ തന്നെയുള്ള ബാത്റൂമിലാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രെയിനിലുള്ള ഫുഡ് ട്രൈ ചെയ്യണം, നല്ലതാണ്, അടിപൊളിയാണ്. വെറുതെ ചുമ്മാ. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഗ്രാമഭംഗിയും നമുക്ക് ആസ്വദിക്കുവാനായിട്ട് പറ്റും. കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഗ്രാമഭംഗികളും നഗരഭംഗികളും നമുക്ക് ഈ ട്രെയിൻ യാത്രയിൽ നിന്ന് കിട്ടി. അങ്ങനെ എറണാകുളം കഴിഞ്ഞ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മൾ ഈ മുമ്പിൽ കാണുന്നത്. അങ്ങനെ അതും കാണാൻ പറ്റി. നമ്മളങ്ങനെ പാലക്കാട് എത്താറായിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ പാലക്കാട് എത്തുന്നതായിരിക്കും അല്ലേ. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. എത്തിയ ഉടനെ നമ്മൾ ഇറങ്ങാനായിട്ട് ഇങ്ങനെയുള്ളൊരു ക്യൂവിലാണ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂ ആണ്. ഇറങ്ങുന്നതിന് മുമ്പേ കയറാനാണ് അവിടെ അടി. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ ഇറങ്ങി. നമ്മളങ്ങനെ പാലക്കാട് എത്തിയിരിക്കുകയാണ്. അഗ്നിരാജ് അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിളയ്ക്കുന്ന ചൂടാണ്. പാലക്കാട് നമ്മൾ ഇപ്പോൾ ലാൻഡ് ചെയ്തുള്ളൂ. ഇനി നേരെ ഈ തിളയ്ക്കുന്ന ചൂടിൻ്റെ കൂടെ ഒരു ചൂട് ചായ, അതാണ് നമ്മളെ ഹൈലൈറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഇതാണ്. നമ്മൾ പോവാണ് കേട്ടോ. വന്ന ഉടനെ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നതാണ് ആലോചിക്കണം. നമുക്ക് വഴിയറിയോടാ, എവിടെയെങ്കിലൊക്കെ പോവാ, ചോദിച്ച് പോവാ കേട്ടാ. നമ്മൾ വന്ന ട്രെയിനാണ് ഈ പോകുന്നത്. ടാറ്റാ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത് തന്നെ നമുക്ക് കിട്ടുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ്. ആ കാഴ്ചകളും കണ്ട് നമ്മൾ അതിൽ പുറത്തേക്ക് ഇറങ്ങി. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു പിടുത്തം കിട്ടാൻ നിൽക്കുകയാണ്. അത് നമ്മൾ ചായ കുടിക്കാൻ വന്നത്. ചായ കുടിക്കാൻ പോവാം. അല്ല, അതിനുമ്പ് നമുക്ക് ആദ്യം ഭയങ്കര വിശപ്പെടാ, ഫുഡ് കഴിച്ചിട്ട് പോരെ. ബിരിയാണി കട്ട് ചെയ്യാം. തൊട്ടൊന്നും ഭയങ്കര തിരക്ക്, റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും. നമ്മളങ്ങനെ പാലക്കാട് മെയിൻ ജംഗ്ഷനിലിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ഓർമ്മ ടൂറിസ്റ്റ് ഹോം ആൻഡ് ആൻസർ ലോഡ്ജൊക്കെയാണ്. പിന്നെ പ്രീ ബേക്കറി ഉണ്ട്, പിന്നെ ടീ പാർക്ക് ഇതുണ്ട്. അടുത്ത് വേറെ ഒരു ഹോട്ടലുണ്ട്. നമുക്ക് ഭയങ്കര ഹോട്ടലിൽ പോയിട്ട് ആദ്യം എന്തെങ്കിലും ഞണ്ണാം.
വാ. അങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യം എങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഹോട്ടൽ വൈഡ് റേഞ്ചിൽ കയറി ഊണ് ഓർഡർ ചെയ്തു. അങ്ങനെ ഊണും കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ പിന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തിരിച്ചിരുന്നു. ഭയങ്കര വെയിലായതുകൊണ്ട് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലുള്ള തന്നെ ഒരു കടയിലാണ് കയറിയത്. കഴിച്ചതിന് ശേഷം ഇവിടെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ കണ്ടത് വേർത്ത് കുളിച്ച് 40 ഡിഗ്രി ചൂട് പാലക്കാട്. ഹെവി ചൂടാണ് കേട്ടോ. 40 ഡിഗ്രി ഉണ്ടാ, 40 ഡിഗ്രി ആണ്. ആ, വെയിലൊന്ന് തണുത്തതിന് ശേഷം ചായ കുടിക്കാൻ പോവാം എന്നാണ് വിചാരിച്ചേക്കണം. പിന്നെ നമ്മൾ അടുത്ത് തന്നെ ഒരു പാലക്കാട് ഫോർട്ട് ഉണ്ട്, ഒരു കോട്ടയുണ്ട്. അപ്പോൾ അവിടെയും പോകണം എന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ജസ്റ്റ് വെയിറ്റ്, സണ്ടൊന്ന് താഴട്ട്.